ഇന്നേക്ക് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മന്ത്രവാദികൾക്ക് സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ മുതൽ കൃഷിയിലെ നഷ്ടങ്ങൾ വരെ പരിഹരിക്കാൻ ജനങ്ങൾ മന്ത്രവാദികളെ ആശ്രയിച്ചിരുന്നു. അക്കാലത്ത് ചില മന്ത്രവാദികൾ മാത്രം അധാർമികമായ രീതിയിൽ ധനം, അധികാരം, പ്രതികാരം എന്നിവയ്ക്കായി ദിവ്യശക്തിയുള്ള ചാത്തന്മാരെ അടിമകളായി ഉപയോഗിച്ചിരുന്നു. അങ്ങനെയിരിക്കെ തെക്കൻ തിരുവിതാംകൂറിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്തിരുന്ന കാടുകളാൽ ചുറ്റപ്പെട്ട പെരുമനപ്പാടം എന്ന ഗ്രാമത്തിൽ ഒരു കറുത്ത അമാവാസ്യ രാത്രിയിൽ തീപ്പന്തങ്ങളുടെ മങ്ങിയ പ്രകാശമധ്യത്തിൽ അഥർവവേദാചാര്യനും പിൽക്കാലത്ത് ചുടലപ്പോറ്റി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേശവൻ പോറ്റിയുടെ ഇല്ലത്തിന്റെ അടുക്കള ഭാഗത്തായി ഒരു ചെറിയ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ ഒരകന്ന ബന്ധുകൂടിയായ പാറുക്കുട്ടിയും ഇല്ലത്തെ പുതിയ ബാല്യക്കാരിയായ കല്യാണിയും അന്നത്തെ അത്താഴത്തിനു ശേഷം പാത്രങ്ങൾ കഴുകുകയായിരുന്നു. കല്യാണി, പാറുചേച്ചി, ഈ ഇല്ലത്തിന്റെ അകത്തും പുറത്തും എന്തോ ഒരു കനം തോന്നുന്നു. രാത്രിയായാൽ കാട്ടിനു പോലും ഇവിടെ ഭയങ്കര ചൂടാണല്ലോ. ഇവിടുത്തെ ബ്രാഹ്മണനെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. പാറുക്കുട്ടി ചിരിച്ചുകൊണ്ട്, അതൊക്കെ നിനക്ക് തോന്നുന്നത് കല്യാണി. അദ്ദേഹം വലിയ മന്ത്രവാദിയല്ലേ? അദ്ദേഹത്തിന്റെ ഉഗ്രമായ മന്ത്രങ്ങളുടെ ചൂടായിരിക്കും ചുറ്റും. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. നമ്മൾ പെരുമന ഭഗവതിയിൽ വിശ്വസിച്ചാൽ മതി. പക്ഷേ ചേച്ചി, ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ മുറി വൃത്തിയാക്കുമ്പോൾ ഒരു താളിയോല കെട്ട് കണ്ടു. മുഴുവൻ തീയും കറുത്ത രൂപങ്ങളുമാണ്. താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ചുടല, ചുടലമാടൻ, അടിമ. അവൾ ഒരു ഗദ്ഗതം പോലെയാണ് പറഞ്ഞു നിർത്തിയത്. എന്നെപ്പോലുള്ളവർ ഇതൊന്നും കാണാൻ പാടില്ലായിരിക്കും അല്ലേ? പാറുക്കുട്ടി പതുക്കെ പറയൂ കല്യാണി, അതൊന്നും നമ്മുടെ കാര്യമല്ല. കല്യാണി, ചേച്ചി, ഈ മനയിൽ ചേച്ചി വെറും ദാസിയായിട്ടാണോ നിൽക്കുന്നത്? കാരണവർക്ക് ചേച്ചി ഒരു ബന്ധുവല്ലേ? എന്നിട്ടും ഇങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തുന്നത് എന്തിനാണ്? പാറുക്കുട്ടി, ഈ തറവാട്ടിൽ പണവും അധികാരവും ഇല്ലാത്ത ബന്ധുക്കൾക്ക് ദാസിയുടെ വിലയേ ഉള്ളൂ കല്യാണി. ഭഗവതിയുടെ കാരുണ്യം നമുക്ക് തുണയുണ്ടാകും. നീ അതൊന്നും ഓർക്കണ്ട. പോയി ഉറങ്ങിക്കൊള്ളൂ. എനിക്ക് നാളെ ഭഗവതിക്ക് ചാർത്താനുള്ള മാല കെട്ടാനുണ്ട്. പോയിക്കൊള്ളൂ, ഉറങ്ങിക്കൊള്ളൂ. കല്യാണി ഭയത്തോടെ അകത്തേക്ക് പോയി. പാറുക്കുട്ടി ദീപം കത്തിച്ച് ഭഗവതിയുടെ ചിത്രത്തിനു മുന്നിൽ വച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇല്ലത്തിന്റെ അകത്തെ പൂജാമുറിയിൽ ചുടലപ്പോറ്റി കറുത്ത പട്ടുടുത്ത് നെറ്റിയിൽ ഭസ്മവും ചുവന്ന കുങ്കുമവും ചാർത്തി കഴുത്തിൽ രുദ്രാക്ഷമാലയും നരബലിയുടെ ചിഹ്നമുള്ള ഏലസും ധരിച്ച് നിലവിളക്കിന്റെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ ഭീകരമായ കാളിയാഗം ആരംഭിക്കുകയാണ്. മുറിയുടെ മധ്യത്തിൽ ഭദ്രമായി തയ്യാറാക്കിയ ഹോമകുണ്ഡം, അതിനരികിൽ കാളിദേവിയുടെ അതിശക്തമായ യന്ത്രം സ്ഥാപിച്ചിരിക്കുന്നു. ഹോമകുണ്ഡത്തിൽ തീ ആളിക്കത്തുന്നു. ബ്രാഹ്മണന്റെ മുഖത്ത് ലക്ഷ്യം നേടാനുള്ള ദുഷ്ടമായ ദൃഢനിശ്ചയം നിറഞ്ഞിരിക്കുന്നു. പോറ്റി തന്നെ ഇരിപ്പിടത്തിൽ അമർന്നിരുന്ന് കാളിദേവിയെ പ്രീതിപ്പെടുത്താനുള്ള ഉഗ്രമായ താന്ത്രിക മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഓം ക്ലീം ക്ലീം കാളികേ ഘോരദംഷ്ടേ രക്തബലിപ്രിയേ നമ പൂജ സ്വീകൃതി ശത്രുനാശിനി സർവസത്യം പ്രയച്ഛ ഓം ഭട്ട് സ്വാഹ ഐം ഹ്രീം ക്ലീം മഹാകാളിയേ മമ വശം ഗുരു ഭാഷാബന്ധന ചിത്തി ചിത്തി ശീഘ്രം മമ ആജ്ഞാ പാലയ ഓം ക്ലീം നമഃ. പാറുക്കുട്ടി മുറിക്ക് പുറത്തുള്ള വരാന്തയിൽ നിന്ന് ഈ ഭീകരമായ രീതിയിലുള്ള മന്ത്രോച്ചാരണം ഭയത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു. കാരണം പൂജവേളകളിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി തന്നെ വിളിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. കുറച്ചുകാലം മുൻപ് മരിച്ചുപോയ അദ്ദേഹത്തിന്റെ അമ്മയല്ലാതെ ഏറ്റവും അടുത്ത ബന്ധുക്കളായി അദ്ദേഹത്തിന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അമ്മയുടെ കാലത്ത് താൻ ഇവിടെ വന്നതാണ്. ആരോരുമില്ലാതായ കാലത്ത് തനിക്കൊരാശ്രയമായിരുന്നു ഈ മന. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു ശാപഭൂമി പോലെയാണ്. പോകാനൊരിടമില്ലാത്തതുകൊണ്ടും ഭീതിജനകമായ ഒറ്റപ്പെടലിൽ നിന്നും ഒരു ആശ്വാസമായാണ് പോറ്റിയുടെ സമ്മതത്തോടുകൂടി ഒരു ജോലിക്കാരിയെ ഇല്ലത്തേക്ക് ക്ഷണിച്ചത്. നമ്പൂതിരിയുടെ അലർച്ചയോടുകൂടിയ മന്ത്രോച്ചാരണങ്ങൾ കേട്ട് പെട്ടെന്ന് അവൾ ചിന്തയിൽ നിന്നുണർന്നു. ഹോമകുണ്ഡത്തിലെ തീ അസാമാന്യമായി ആളിപ്പടർന്നു. പോറ്റി ഒന്നിടവിട്ട് രക്തപുഷ്പങ്ങളും പ്രത്യേകതരം ദ്രവ്യങ്ങളും നെയ്യോടൊപ്പം ഹോമിക്കുന്നു. ഓരോ ആഹുതിയിലും മന്ത്രങ്ങളുടെ ശക്തി വർദ്ധിച്ചു. മുറിയിൽ രക്തചന്ദനത്തിന്റെയും ഉണങ്ങിയ മാംസത്തിന്റെയും ഒരു അസുഖകരമായ ഗന്ധം നിറഞ്ഞു. പോറ്റി മന്ത്രോച്ചാരണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ഓ ഹേ കാളി, നിന്റെ ഘോരരൂപം പ്രകടമാകൂ. എന്റെ ഈ യാഗം നീ സ്വീകരിക്കണം. ഈ ലോകം എന്റെ കാൽക്കീഴിലാക്കാൻ എനിക്ക് ശക്തി നൽകണം. ബ്രാഹ്മണൻ മന്ത്രോച്ചാരണങ്ങൾ തുടർന്നു.
തീയിൽ നിന്ന് കറുപ്പും ചുവന്നും പരർന്ന പുക വൻതോതിൽ ഉയർന്ന് മുറിയിൽ നിറഞ്ഞു. യാഗത്തിന്റെ ഭീകരത അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. അപ്പോൾ ചുടലപ്പോറ്റി തന്ത്രപരമായി തന്റെ പദ്ധതിയുടെ അവസാന ഭാഗം നടപ്പാക്കാൻ തുടങ്ങി. പോറ്റി ശബ്ദം നേർപ്പിച്ച് ഒരുതരം ശാന്തതയോടെ, എന്തുപറ്റി? യാഗത്തിനൊരു പൂർണ്ണത വരുന്നില്ലല്ലോ. ആരാണവിടെ? ഹോമത്തിൽ ശുദ്ധമായ രക്തപുഷ്പങ്ങൾ അർപ്പിക്കാനായി പാറുക്കുട്ടി വരൂ. പാറുക്കുട്ടി ഭയന്ന് വിറച്ച് മുറിയിലേക്ക് ഓടുന്നു. ഹോമകുണ്ടത്തിൽ നിന്ന് തീ ആളിക്കത്തുന്നതിന്റെയും എന്തോ ഒന്ന് പിടിക്കുന്നതിന്റെയും ഭീകരമായ ശബ്ദം കേൾക്കുന്നു. പാറുക്കുട്ടി ഭയത്തോടെ പറഞ്ഞു, അയ്യോ, ഈ യാഗം ശരിയല്ല, ഇത് അശുഭമാണ്, ഞാൻ വരില്ല. പോറ്റി ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കേണ്ട കുട്ടി, ഇത് ദേവിക്ക് വേണ്ടിയുള്ള ശുദ്ധമായ കർമ്മമാണ്, വേഗം വരൂ. പാറുക്കുട്ടി മടിച്ചു മുന്നോട്ട് നടന്ന് ഹോമകുണ്ടത്തിനടുത്തെത്തി. അവൾ രക്തപുഷ്പങ്ങൾ അർപ്പിക്കാനായി കൈ നീട്ടിയതും യാഗത്തിന്റെ ശക്തി മുഴുവൻ ഉൾക്കൊണ്ട ഒരു യാഗാഗ്നിജ്വാല തെറിച്ചു പുറത്തേക്ക് പാഞ്ഞു. പാറുക്കുട്ടി അലറിക്കൊണ്ട്, അയ്യോ ഭഗവതി! യാഗജ്വാല അവളുടെ നെഞ്ചിൽ പതിച്ച് അവളെ നിമിഷങ്ങൾക്കകം തീ വിഴുങ്ങി. പാറുക്കുട്ടി അവിടെ തന്നെ നിലം പതിച്ച് അഗ്നിയിൽ ദഹിച്ച് കാളീദേവിയിൽ വിലയം പ്രാപിച്ചു. പാറുക്കുട്ടിയുടെ അലർച്ച കേട്ട് തുറന്നു കിടന്ന വാതിലിലൂടെ ഓടിയെത്തിയ കല്യാണി ആ രംഗം കണ്ട് ഭയന്ന് ബോധം രഹിതയായി നിലം പതിച്ചു. തന്റെ ബന്ധുവിന്റെ ദാരുണമായ അന്ത്യം കണ്ടിട്ടും ചുടലപ്പോറ്റിയുടെ മുഖത്ത് വിജയം മാത്രം. പോറ്റി, പാറുക്കുട്ടിയുടെ ബലി യാഗത്തിന് പൂർണ്ണത നൽകിയിരിക്കുന്നു. ബലി പൂർത്തിയായതോടെ പൂജാമുറിയിൽ ഭീകരമായ ഒരു പ്രകമ്പനമുണ്ടായി. ഹോമകുണ്ടത്തിൽ നിന്ന് തീയും പുകയും മാറി കാളിദേവിയുടെ ഘോരരൂപം ഒരു നിമിഷം ചുടലപ്പോറ്റിക്ക് ദർശനം നൽകി. ദേവിയുടെ കണ്ണുകളിൽ കോപവും സംതൃപ്തിയും ഒരേ സമയം തിളങ്ങി. ഹേ പോറ്റി, നീ നിന്റെ സർവസ്വം യാഗത്തിൽ അർപ്പിച്ചു. ഞാൻ നിന്റെ ബലി സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് ശക്തിയായി ഞാൻ എന്റെ അധീനതയിലുള്ള ചുടലമാടൻ എന്ന ചാത്തിനെ നിനക്ക് ഞാൻ നൽകാം. നീ ആജ്ഞാപിക്കുന്ന മോഹങ്ങളെ ലോകത്തവൻ നടപ്പാക്കും. ഒരു കാര്യം, നീ അവനെ കരുതലോടെ ഉപയോഗിക്കണം. അലംഘനീയമായ ആജ്ഞകൾ മാത്രമേ നൽകാവൂ. ഹോമകുണ്ടത്തിൽ നിന്നും കറുത്ത ശരീരവും ചുവന്നു തിളങ്ങുന്നതുമായ കണ്ണുകളോടുകൂടിയ ചുടലമാടൻ ചാത്തൻ പ്രത്യക്ഷപ്പെട്ടു. ചുടലമാടൻ ചാത്തൻ ഭക്തിയോടെയും ബഹുമാനത്തോടെയും ബ്രാഹ്മണനു മുൻപിൽ തലകുനിച്ചു. പോറ്റി ഉടനെ തന്നെ ഒരു വലിയ വടിയെടുത്ത് ചാത്തിനെ തല്ലുവാൻ തുടങ്ങി. ചാത്തൻ ഉടനെ, അയ്യോ, എന്നെ തല്ലല്ലേ, അങ്ങ് എന്തിനാണ് എന്നെ അടിക്കുന്നത്? അവിടത്തേക്ക് എന്താണ് വേണ്ടത്? ഞാൻ ചെയ്തു തരാം, ഇനി എന്നെ അടിക്കരുത്. ബ്രാഹ്മണൻ രൂക്ഷമായി ചാത്തനെ ഒന്ന് നോക്കി. പൂർണ്ണമായും തന്നോട് ഭയഭക്തി ബഹുമാനമുള്ള ഒരു അടിമയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ബ്രാഹ്മണൻ മനസ്സിലാക്കി. അതോടുകൂടി എല്ലാം നേടിയ ഭാവത്തിൽ ബ്രാഹ്മണൻ അത്യുഗ്രമായി ഘോരമായ ശബ്ദത്തിൽ ചിരിച്ചു. തന്റെ അധികാരം സ്ഥാപിക്കാനുമുള്ള കഠിനമായ കർമ്മങ്ങൾ ചാത്തിനെ കൊണ്ട് ചെയ്യിക്കണം അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. ബ്രാഹ്മണൻ ചാത്തിനെ ഉപയോഗിച്ച് ആദ്യം ചെയ്തത് തന്റെ ഏറ്റവും വലിയ പ്രതിയോഗിയും അതേ കർമ്മമേഖലയിൽ പ്രശസ്തനുമായ മേലങ്കോട്ട് മഠത്തിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. മേലങ്കോട്ട് മഠം പെരുമനപ്പാടത്ത് നിന്നും അല്പം അകലെ പുഷ്ടിയുള്ള കൃഷിയിടങ്ങളോട് ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത്. ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ പ്രശസ്തിയിൽ അഥർവവേദാചാരനായ ബ്രാഹ്മണന് എന്നും അസൂയയായിരുന്നു. ഇനിയും ഒട്ടും സമയം കളയരുത് എന്ന് മനസ്സിലുറപ്പിച്ച് ചുറ്റും കട്ട പിടിച്ച ഇരുട്ടിൽ ചുടലമാടൻ ചാത്തനോടൊപ്പം ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ഇല്ലത്തിനോടടുത്തായുള്ള വൃക്ഷങ്ങൾ ധാരാളമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരയിടത്തിലേക്ക് അവർ നടന്നു. കയ്യിൽ ഉണങ്ങിയ മാംസകഷ്ണങ്ങളും മരവിച്ച് ചാരം പൂശിയ കുടങ്ങളും ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ ചാത്തനോടായി, ചാത്ത, കേൾക്ക്, മേലങ്കോട്ട് മഠത്തിലെ ബ്രഹ്മദത്തിനെ ഈ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കണം. നാളെ പുലരുമ്പോൾ അവന്റെ നെല്ലറകൾ കത്തണം, അവന്റെ വയലുകൾ വരണ്ട് കരിയണം, അവന്റെ തറവാടും കുടുംബവും സകല ശക്തികളും ഇല്ലാതാകണം. അവനെ നശിപ്പിക്കുക, നിനക്കറിയാവുന്ന ഏറ്റവും ക്രൂരമായ മാർഗത്തിൽ നശിപ്പിക്കുക. ചാത്തൻ ആജ്ഞ പോലെ. അവർ ഇരുട്ടിന്റെ മറവിൽ ഭയാനകമായ ഇരുണ്ട പ്രദേശത്തെ എത്തി ഭൈരവമൂർത്തിക്കുള്ള ബലികർമ്മങ്ങൾ ആരംഭിച്ചു. ചാത്തൻ ബ്രാഹ്മണന്റെ അടുത്ത് അധാർമികമായ ഈ ക്രൂരതയോട് അസഹിഷ്ണുതയോടെ തലകുനിച്ചു നിന്നു. കാരണം കേശവൻ പോറ്റി ആവശ്യപ്പെട്ടത് അനാവശ്യമായ നാശവും പീഡനവുമായിരുന്നു. ചുടലമാടൻ ചാത്തൻ കേവലം ഒരു ദേവതയുടെ നിയന്ത്രിത സേവകൻ മാത്രമെന്നതിലുപരി ഒരു ശക്തനായ ഭൂതഗണമായിരുന്നു. ഭദ്രകാളിയുടെ ആജ്ഞപ്രകാരം പോറ്റിയുടെ ആജ്ഞകൾ അനുസരിക്കാൻ അവൻ ബാധ്യസ്ഥനായിരുന്നു. പക്ഷെ അവന്റെ മനസ്സ് ഒരടിമയായി ജീവിക്കാൻ ആഗ്രഹിച്ചില്ല. പോറ്റിക്ക് ചാത്തൻ വെറും ഒരു ഉപകരണം മാത്രമായിരുന്നു. പോറ്റി ചാത്തന്റെ തോളിൽ ക്രൂരമായി തട്ടി, എന്താടാ നിനക്കൊരു ചിന്ത? ഞാൻ ആജ്ഞാപിച്ച കർമ്മം ഉടൻ നടക്കണം. നിന്റെ ചിന്തകൾ ഇവിടെയൊന്നും വേണ്ട. നീ എന്റെ അടിമയാണ്. നിനക്ക് സ്വന്തമായി ഇഷ്ടങ്ങളോ വികാരങ്ങളോ ഇല്ല. ഈ ഭീകരമായ ആജ്ഞയും അതിലുപരി തന്നോടുള്ള അപമാനകരമായ സമീപനവും ചാത്തനെ ഏറെ വേദനിപ്പിച്ചു.
ഒരു ദൈവിക ശക്തിയായിട്ടും ഒരു മനുഷ്യന്റെ അടിമയായി ജീവിക്കേണ്ടി വരുന്നതിലെ നിസ്സഹായതയും പോറ്റിയുടെ ക്രൂരമായ വാക്കുകളും ചാത്തന്റെ മനസ്സിൽ ആദ്യത്തെ വൈരാഗ്യത്തിന്റെ കനൽ വീണു. പോറ്റിയുടെ അടിയിൽ വേദനിച്ചെങ്കിലും മറുത്തൊന്നും പറയാതെ മന്ത്രങ്ങളുടെ ശക്തി പൂർണ്ണമാകുന്നതുവരെ കാത്തുനിന്നു. അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ പോറ്റിയുടെ മന്ത്രങ്ങളുടെ ശക്തിയുടെ ചൂടേറ്റ ചാത്തൻ ഇടിമിന്നലിന്റെ വേഗത്തിൽ മേലങ്കോട്ടെ മഠം ലക്ഷ്യമാക്കി പാഞ്ഞു. ചാത്തൻ മേലങ്കോട്ടെ നെൽവയലുകൾക്ക് ചുറ്റും നൃത്തം ചെയ്യുമ്പോൾ ഇരുട്ടിൽ തീനാളങ്ങൾക്ക് കട്ടപിടിച്ചു. ആ നിമിഷം അകലെ വയലരികിലൂടെ നടന്നു പോകുകയായിരുന്ന 2 നാട്ടുകാർ ഇല്ലത്തിനടുത്തുള്ള വയലിൽ നിന്നും തീനാളങ്ങൾ ഉയരുന്നതും ഒരു കറുത്ത നിഴലിനു ചുറ്റും തീഗോളം അതിവേഗം പോകുന്നതും കണ്ടു. അപ്പോഴാണ് കുറച്ചകലെയായി കേശവൻ പോറ്റി ഇരുട്ടിന്റെ മറവിൽ പൂജകൾ ചെയ്യുന്നതവർ കണ്ടത്. കൂട്ടത്തിലൊരുവൻ, അമാവാസി രാത്രിയായിട്ടും ആ പോറ്റിക്കെന്താ വട്ടാണോ? രണ്ടാമൻ ഭയത്തോടെ, അങ്ങോട്ടടുക്കരുത്, അത് പോറ്റിയുടെ മന്ത്രശക്തിയാകും, നമുക്ക് പോകാം, കണ്ടാൽ ആ പോറ്റി നമ്മളെ വെറുതെ വിടില്ല. ഭയം കാരണം അവർ ആ കാഴ്ചയിൽ നിന്ന് കണ്ണെടുത്ത് തിരിഞ്ഞോടി. അതേസമയം ചാത്തൻ മേലങ്കോട്ട് മഠത്തിലെത്തി. നമ്പൂതിരിയുടെ പ്രധാന നെല്ലറകൾക്ക് നേരെ തീയും കരിയും നിറഞ്ഞ വിഷവാതകം ചിറ്റിച്ച് അവിടെ അഗ്നിക്കിരയാക്കി. കൃഷിയിടങ്ങളിലെ കനാലുകൾക്ക് കുറുകെ ചാത്തൻ മാന്ത്രിക തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അവസാനം ചുടലമാടൻ ചാത്തൻ മേലങ്കോട്ടെ തറവാട് പൂർണ്ണമായും അഗ്നിക്കിരയാക്കി. അപ്പോഴേക്കും നെൽവയലിലെയും നെല്ലറയിലെയും ബഹളം കേട്ട് ബ്രഹ്മദത്തൻ നമ്പൂതിരിയും കുടുംബാംഗങ്ങളും തറവാട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു. പുലർച്ചെയായപ്പോൾ മേലങ്കോട്ട് മഠത്തിലെ ജോലിക്കാർ ഞെട്ടലോടെ കണ്ടത് നെല്ലറകൾക്കു മുകളിൽ നിന്ന് പുകയുയരുന്നതും വയലുകളിലെ നെൽച്ചെടികൾ ഒറ്റ രാത്രി കൊണ്ട് കരിഞ്ഞുണങ്ങിയതുമാണ്. ഇതെല്ലാം കണ്ടുനിന്ന ബ്രഹ്മദത്തൻ നമ്പൂതിരിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടാകുകയും അദ്ദേഹം ഒരു തളർച്ചയുടെ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ കേശവൻ പോറ്റിയും ചാത്തൻ മനയും നാട്ടിൽ സംസാര വിഷയമായി. മേലങ്കോട്ട് നമ്പൂതിരിയെ ആരോ ദുർമന്ത്രവാദം ചെയ്ത് നശിപ്പിച്ചതാണ് എന്നിങ്ങനെ പല കഥകൾ പരന്നു. രാത്രിയിൽ തീഗോളം കണ്ട നാട്ടുകാർ ഭയത്തോടെ ഈ വിവരം രഹസ്യമായി പ്രചരിപ്പിച്ചു. അതോടെ ഈ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം പിന്നിൽ അഥർവവേദാചാര്യനായ കേശവൻ പോറ്റിയും അദ്ദേഹത്തിന്റെ ചാത്തൻ സേവയുമാണ് എന്നെല്ലാവർക്കും മനസ്സിലായി. അന്നുമുതൽ അദ്ദേഹത്തെ കേശവൻ പോറ്റി എന്ന് വിളിച്ചില്ല, ചുടലപോറ്റി എന്ന പേര് അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ടു. താമസിയാതെ ചുടലപോറ്റിയുടെ ഇല്ലം നാട്ടുകാർക്കിടയിൽ ചാത്തൻ മന എന്നും അറിയപ്പെടാൻ തുടങ്ങി. തന്റെ സർവസ്വവും നഷ്ടപ്പെട്ട മേലങ്കോട്ട് നമ്പൂതിരി നാട് വിട്ടതോടെ ചുടലപോറ്റിക്ക് എതിരാളികളില്ലാതായി. ഇതോടെ അധികാരവും സമ്പത്തും നേടാനും ശത്രുക്കളെ നശിപ്പിക്കാനും അഭിചാര കർമ്മങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അനേകം പേർ ചുടലപോറ്റിയുടെ ചാത്തൻ മനയിലേക്ക് എത്തിത്തുടങ്ങി. പോറ്റി അതിനെല്ലാം ചുടലമാടൻ ചാത്തനെ ഉപയോഗിക്കുകയും കൂടാതെ ജോലിക്കാരിയായ കല്യാണിയെ തന്റെ എല്ലാ ഇംഗിതങ്ങൾക്കും വഴിപ്പെടുത്തി അവൾക്കവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഒരു മായിക വലയത്തിൽ അകപ്പെടുത്തിയിരുന്നു. അങ്ങനെ അധികമായ സമ്പത്തിനുടമയായ അദ്ദേഹത്തിന്റെ പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിന്റെ അതിർത്തിയിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. എന്നാൽ ചാത്തനെ തന്റെ വെറും ഒരു അടിമയായി മാത്രമാണ് പോറ്റി കണക്കാക്കിയത്. ചില രാത്രികളിൽ പോറ്റിയുടെ ക്രൂരമായ ആജ്ഞകൾ കേട്ട് ചുടലമാടൻ ചാത്തൻ അസഹിഷ്ണുതയോടെ വിറച്ചു. ചാത്തൻ നീരിയ സ്വരത്തിൽ, യജമാന, ഇത് നീതിയല്ല, സാധുക്കളെ ഉപദ്രവിക്കുന്നത്. പോറ്റി കലി തുള്ളിക്കൊണ്ട് കയ്യിലെ വടികൊണ്ട് ചാത്തനെ ശക്തിയായി അടിച്ചു. നിനക്ക് നീതിയോ? നിന്റെ നീതിയൊന്നും ഇവിടെ വേണ്ട. എന്റെ ആജ്ഞകൾ അനുസരിക്കാൻ മാത്രമാണ് നിനക്ക് അധികാരം. വീണ്ടും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ നിന്നെ ഞാൻ അനങ്ങാൻ കഴിയാതെ വിധം ബന്ധിക്കും, ഓർമ്മയിരിക്കട്ടെ. ചാത്തൻ നിശബ്ദനായി. ആ അപമാനം ഉള്ളിലൊതുക്കി. പോറ്റിയോടുള്ള ദേഷ്യം ചാത്തന്റെ ചുവന്ന കണ്ണുകളിൽ കനലായി തിളങ്ങി. അവൻ തന്റെ വിമോചനത്തിനായി ആ തക്കം പാർത്തുനിന്നു. അങ്ങനെയിരിക്കെ ഒരു അമാവാസി രാത്രിയിൽ പോറ്റി വളരെ അധികമായി കഴിച്ച മദ്യനഹരിയിൽ ഒരു ശാക്തേയ മന്ത്രവാദിയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യനായി തീർന്നു ചുടലപോറ്റി. അതൊരു സുവർണ അവസരമായി കണ്ട ചാത്തൻ പോറ്റിയുടെ അടുത്ത് മുട്ടുകുത്തി നിന്നു. എന്നിട്ട് മദ്യലഹരിയിലുള്ള പോറ്റിയുടെ വായിൽ നിന്ന് ഒരാജ്ഞ പുറത്തുവരുവാനായി അവനൊരു ശ്രമം നടത്തി. ചാത്തൻ പോറ്റിയുടെ ചെവിയിൽ വശീകരിക്കുന്ന സ്വരത്തിൽ, യജമാന, എല്ലാ ഭയങ്ങളും ഇല്ലാതാകൂ. നിങ്ങൾ അജയനാണ്. ഈ ദേശം വിട്ട് അടുത്ത ദേശങ്ങളിലേക്ക് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കണം. അവിടുന്ന് ആജ്ഞാപിക്കൂ. ഈ ഇല്ലത്തുനിന്നും സ്വതന്ത്രനായി ഈ ദേശത്തിന്റെ അധിപനാകണം. ഇല്ലം തീയിട്ട് നശിപ്പിച്ച് സ്വതന്ത്രനാകൂ. പോറ്റി ലഹരിയിൽ തന്റെ മനസ്സ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ അറിയാതെ പിറുപിറുത്തു. ഇല്ലം തീയിട്ട് നശിപ്പിക്കുക. ഇവിടെ സർവസ്വവും നീ നശിപ്പിക്കുക. അതൊരലംഘനീയമായ ആജ്ഞയായിരുന്നു. അടുത്ത നിമിഷം ആനന്ദത്താൽ ഉന്മാദിയായ ചുടലമാടൻ ചാത്തൻ പോറ്റിയെ ഒറ്റ കുതിപ്പിനെടുത്തുയർത്തി ഹോമകുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ബ്രാഹ്മണൻ ഒരു തീഗോളമായി കത്തിയമർന്നു. പോറ്റി പാറുക്കുട്ടിയുടെ അതേ ഗതിക്ക് ഇരയായി യാഗാഗ്നിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ ദഹിച്ചു. ഇതെല്ലാം നിർവികാര അവസ്ഥയിൽ കണ്ടുനിന്ന കല്യാണിയോട് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ആജ്ഞാപിച്ച ചാത്തൻ ഉടൻ തന്നെ യാഗമുറിക്ക് തീയിട്ടു. കല്യാണി വളരെ വേഗം മനയുടെ പുറത്തേക്കിറങ്ങി കണുത്ത ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. തീ വളരെ വേഗം ചാത്തൻ മനയിലേക്ക് പടർന്നു പിടിച്ചു. ആ ഭീകരമായ അഗ്നിയിൽ ഇല്ലം പൂർണ്ണമായും ചാമ്പലായി.
ചുടലപോറ്റിയുടെ ദുരാത്മാവ് പോലും അവിടെ നിന്ന് പുറത്തുവരാതെ ചാത്തൻ ബന്ധിച്ചു. ചുടലമാടൻ ചാത്തൻ സ്വതന്ത്രനായി തീനാളങ്ങൾക്കിടയിലൂടെ പുറത്തുവന്നു. അവൻ അന്നു മുതൽ ആ ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലും ഒരു സ്വതന്ത്ര ശക്തിയായി വിഹരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആ മന നിന്നിരുന്ന ഭാഗത്ത് ഒരു കരിങ്കൽ തറയുണ്ട്. അവിടെ ചുടലമാടൻ ചാത്തൻ കുടിയിരിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഹൈപ്പ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി.